ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം കൃഷിയിടം ഒന്ന് കാണിക്കാം എന്ന് കരുതി. ഞാനിവിടെ ചെയ്യുന്ന വെറ്റില കൃഷിയാണ് നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. വെറ്റില കൃഷി അതിലെ നനരീതികളും എല്ലാം പ്രാചീന മോഡൽ തന്നെയാണ് നമ്മൾ ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കോളും പണപ്പും എന്ന് പറയും, പഴമക്കാർക്കൊക്കെ അറിയാം. പുതിയ ജനറേഷന് വേണ്ടി പറയാണ്. കോളും പണപ്പും എന്ന് പറഞ്ഞാൽ, കോള് എന്ന് പറയുന്നത് വെള്ളം ഇതുപോലെ നിൽക്കുന്ന സ്ഥലവും വെള്ളം ഒലിച്ചു വരുന്നതിന് പണപ്പ് എന്നും പറയും. ആ രീതിയിൽ ആണ് നമ്മൾ കൃഷി രീതി ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറ്റില കൃഷിക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഗുണം നല്ല ഈർപ്പം നിലനിർത്താനും, അതുപോലെ തന്നെ വെറ്റിലക്കാണെങ്കിൽ നല്ല വലിപ്പം കിട്ടുവാനും കളർ കിട്ടുവാനും ഇതൊക്കെ ഇതിൻ്റെ പ്രയോജനം തന്നെയാണ്. ഇത് നാടൻ വെറ്റിലയാണ്. ഈ ഒരു വള്ളി നമ്മൾ സാമ്പിളിന് അവിടെ വെച്ചതാണ്. ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ നാടൻ വെറ്റില എന്ന് പറഞ്ഞാൽ നാടൻ ആളുകൾ, നമ്മുടെ നാട്ടിലെ ആളുകൾ കഴിക്കുന്ന വെറ്റില. ഇതിന് പുഴുക്കൊടി വെറ്റില എന്നാണ് പറയാറ്. ഇതാണ് നമ്മൾ എക്സ്പോർട്ടായി ചെയ്യുന്ന വെറ്റില. ഇതിന് തിരൂർ വെറ്റിലക്കാണെങ്കിൽ നിങ്ങൾക്കറിയാലോ തിരൂർ വെറ്റിലയുടെ പ്രാധാന്യം. എരിവും പുളിയും എല്ലാം കൂടുതലുള്ള വെറ്റിലയാണ് തിരൂർ വെറ്റില. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ വെറ്റിലക്ക് പ്രാധാന്യം കിട്ടാനുള്ള സാധ്യതയുണ്ടായത്. അതുപോലെ തന്നെ വെറ്റില ചെയ്യുന്ന ആളുകളെ തോട്ടത്തിൽ ഏകദേശം ഒരു 5-6 താറാവുകളുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. കാരണം അത് അവയുടെ കാഷ്ടം വളമായി കിട്ടുകയും അതുകൂടാതെ മറ്റു ചെറിയ ചെറിയ സസ്യങ്ങൾ, അതായത് ചെറിയ പുല്ലുകളെല്ലാം അവർ ഭക്ഷിച്ച് നല്ല ക്ലീനായിട്ട് തോട്ടം നിലനിൽക്കാൻ സഹായിക്കും. അതുകൂടി ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കോള് പണപ്പം ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുമ്പോൾ, ഈ കോളിൽ വന്ന് പിന്നെ നമ്മളെ കൊതുക് വന്ന് മുട്ടയിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ താറാവുണ്ടെങ്കിൽ ആ മുട്ടകളൊക്കെ അവർ ഭക്ഷിച്ച് കൊതുക് തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ തോട്ടത്തെ മാറ്റാനും കൂടി ഇത് ഉപകരിക്കും. ഏതായാലും വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും കമൻറ്റിലൂടെ വിവരങ്ങളെല്ലാം അറിയിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.